ശ്രീലേഖ IPS അവരുടെ തനി നിറം രാഷ്ട്രീയ പാർട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില ആൾക്കാർക്ക്. അതായത് CPM MLA-മാരെ പറപ്പിക്കുകയാണ് മുൻ DGP കൂടിയായ ശ്രീലേഖ IPS. അത് മറ്റാരുമല്ല, പ്രശാന്തിനെ തന്നെയാണ്. തനിക്ക് രാഷ്ട്രീയം നന്നായി വഴങ്ങുമെന്ന് തെളിയിച്ച മുൻ DGP ശ്രീലേഖ മുൻ മേയർ ആര്യ രാജേന്ദ്രന് മാത്രമല്ല CPM-നാകെ പണിമരുവെന്ന സന്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പോരിന് തുടക്കമിട്ടു. BJP-യുമായി ശ്രീലേഖ അകലുന്നു എന്ന വാർത്തകളെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ആദ്യ വനിതാ IPS-കാരി കൂടിയായ ആദ്യ രാഷ്ട്രീയ ഇടപെടൽ ഇത് ഞെട്ടിപ്പിക്കുന്നത്. വട്ടിയൂർക്കാവിലെ MLA-യും മുൻ മേയറുമായ പ്രശാന്തിനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വട്ടിയൂർക്കാവിൽ ശ്രീലേഖ മത്സരിക്കുമെന്ന റിപ്പോർട്ട് വരുന്നതിനിടെയാണ് ഈ ഇടപെടൽ. കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുത്തതിനാൽ പിന്നാലെ BJP കൗൺസിലറും MLA-യും തമ്മിൽ ഓഫീസ് മുറിയെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയാണ്. വട്ടിയൂർക്കാവ് MLA-യും മുൻ മേയറുമായ VK പ്രശാന്തിന്റെ ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷയും മുൻ IPS ഉദ്യോഗസ്ഥയുമായ വാർഡ് കൗൺസിലർ ശ്രീലേഖ രംഗത്തെത്തിയത്. ശനിയാഴ്ച രാവിലെ ഫോണിലൂടെയാണ് ശ്രീലേഖ MLA-യോട് ഈ ആവശ്യം ഉന്നയിച്ചത്. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് തനിക്ക് കൗൺസിലർ ഓഫീസായി പ്രവർത്തിക്കാൻ വിട്ടു നൽകണമെന്നാണ് ശ്രീലേഖയുടെ വാദം. എന്നാൽ വാടക കരാർ അവസാനിക്കാതെ ഓഫീസ് ഒഴിയാൻ തയ്യാറല്ല എന്ന് VK പ്രശാന്തും വ്യക്തമാക്കി. LDF ഭരണകാലത്ത് കൗൺസിലർ തീരുമാനപ്രകാരം വാടക നിശ്ചയിച്ച് നൽകിയ കെട്ടിടമാണ് ഇതെന്നും 2026 മാർച്ച് വരെ ഇതിന് കാലാവധി ഉണ്ടെന്നുമാണ് പ്രശാന്ത് പറയുന്നത്. നിയമസഭാ കാലാവധി തുടരും വരെ 10 മാസം മുമ്പ് കോർപ്പറേഷന് കത്ത് നൽകിയതായും പ്രശാന്ത് പറയുന്നുണ്ട്. MLA-യുടെ കാലാവധി തീരാൻ ഇനിയും സമയമുണ്ടെന്ന് പ്രശാന്ത് പറഞ്ഞപ്പോൾ വീണ്ടും MLA ആയാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ശ്രീലേഖയുടെ മറുചോദ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് ഭൂരിപക്ഷമുള്ള പുതിയ കൗൺസിൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ കൗൺസിലിൽ പ്രത്യേക തീരുമാനമെടുത്താൽ MLA-ക്ക് ഓഫീസ് ഒഴിയേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. കൗൺസിലർമാർക്ക് ഓഫീസ് അനുവദിക്കുന്നത് മേയറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. കോർപ്പറേഷൻ കെട്ടിടം ലഭ്യമല്ലെങ്കിൽ കൗൺസിലർമാർക്ക് പുറത്ത് ഓഫീസ് വാടകയ്ക്കെടുക്കാമെന്നും മാസം 8,000 രൂപ വരെ കോർപ്പറേഷൻ വാടക നൽകുമെന്നും നിയമമുണ്ടെങ്കിലും തന്ത്രപ്രധാനമായ ഓഫീസ് മുറിയെ ചൊല്ലിയുള്ള തർക്കം തലസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ്. മേയർ പദവി ലഭിക്കാത്തതിൽ അതൃപ്തി പ്രകടമാക്കി മുൻ DGP-യും BJP നേതാവുമായ ശ്രീലേഖ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്കിടയിൽ തന്നെ കോർപ്പറേഷൻ വിട്ടുപോയത് വലിയ ചർച്ചയായിരുന്നു. താൻ അപമാനിതയായി എന്ന വികാരം ശ്രീലേഖ നേതാക്കളോട് പങ്കുവച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ പുറത്തു വന്നത്. ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങളും നേതാക്കൾ നടത്തിയെങ്കിലും ഇതൊന്നും ഫലം കണ്ടില്ല. എങ്കിലും സമവായ ശ്രമം തുടരുകയാണ്. ഒപ്പം സോഷ്യൽ മീഡിയയിൽ ആശംസാ പോസ്റ്റ് പോലും ശ്രീലേഖ പങ്കുവച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ശ്രീലേഖയെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. പ്രധാന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം എന്നായിരുന്നു VV രാജേഷിന്റെ വിശദീകരണം. വെള്ളിയാഴ്ച രാവിലെ മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകും മുൻപ് ശ്രീലേഖ മടങ്ങിയിരുന്നു. ശ്രീലേഖ കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തുപോയത് വലിയ ചർച്ചയായിരുന്നു. ഹാളിൽ രാജേഷിന്റെ സത്യപ്രതിജ്ഞയും ആഘോഷവും നടക്കുമ്പോൾ അതിലൊന്നും ചേരാതെ ശ്രീലേഖ മടങ്ങിയത് ഹാളിന്റെ പുറത്തേക്കിറങ്ങി അതിവേഗം വാഹനം വിളിച്ച് പോവുകയായിരുന്നു. ശാസ്തമംഗലത്തെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ തന്നെ സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ ഭരണത്തിലെത്തിയാൽ മേയർ പദവി ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തു എന്നാണ് വിവരം. അധികാരം പിടിച്ച ശേഷം സംസ്ഥാന നേതൃത്വം ശ്രീലേഖയെ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന നേതൃനിരയിലുള്ള ചില നേതാക്കൾക്ക് VV രാജേഷിനുള്ള എതിർപ്പും ശ്രീലേഖയെ പിന്തുണയ്ക്കാനുള്ള മറ്റൊരു കാരണമായിരുന്നു. എന്നാൽ മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കളോട് ചർച്ച ചെയ്യാതെ ശ്രീലേഖയെ തീരുമാനിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കേന്ദ്ര നേതാക്കളെ വിളിച്ച് കടുത്ത ആശങ്ക അറിയിച്ചതും പിന്നാലെ RSS ഇടപെടലും പദവി രാജേഷിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ RSS കളത്തിൽ ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം VV രാജേഷിനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏകദേശം 10-15 വർഷങ്ങളായി തിരുവനന്തപുരത്തെ BJP വളർത്തിക്കൊണ്ടുവരാൻ VV രാജേഷിന്റെ നേതൃത്വത്തിൽ വലിയൊരു പോർമുഖം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല നഗരസഭയിലെ പ്രധാനപ്പെട്ട പല തരത്തിലുള്ള സംഘർഷങ്ങൾക്കും ഒക്കെ തന്നെ ചുക്കാൻ പിടിച്ചിരുന്നത്, അതിന് പ്രധാന നേതൃത്വം നൽകിയൊക്കെ ചെയ്തത് VV രാജേഷാണ്. ഒരു ഘട്ടത്തിൽ താൻ ആരാണ് എന്ന് തെളിയിക്കണമെങ്കിൽ പോരാടി തന്നെ വിജയിക്കണം. പോരാടി തെളിയിക്കണം എന്നുള്ള രീതിയിലേക്ക് മുൻ IPS ഉദ്യോഗസ്ഥ കൂടിയായ
ശ്രീലേഖ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും മേയർ പദവിയിൽ ഇരുന്നു കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ജനങ്ങൾ നൽകിയ ഒരു സ്ഥാനമാണ് പ്രശാന്തിന് MLA സ്ഥാനം. അദ്ദേഹത്തിന്റെ ആ ഒരു ഓഫീസ് ഒഴിയണം എന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ശാസ്തമംഗലം സ്കൂളിന് തൊട്ടടുത്താണ് ഈ പ്രശാന്ത് MLAയുടെ ഓഫീസ്. ആ MLA ഓഫീസ് ഒഴിഞ്ഞ് അവിടെ തനിക്ക് കൗൺസിലർ ഓഫീസ് തുടങ്ങണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ തുടങ്ങാനുള്ള എല്ലാ ഉത്തരവാദിത്വപരമായിട്ടുള്ള നീക്കവും മേയറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. BV രാജേഷ് ഇപ്പോൾ ഒരു സമാധാന പാതയിലൂടെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ കക്ഷി രാഷ്ട്രീയമല്ല, എല്ലാവരും കൂടെ ചേർന്ന് നിന്ന ഒരു പ്രൊജക്ട് പോലെ തിരുവനന്തപുരത്തിന്റെ വികസനവും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ക്ഷേമവും അതാ ഉയർത്തിപ്പിടിക്കുക, അത് തന്നെയാണ് ലക്ഷ്യമെന്നാണ് പറഞ്ഞത്. ആരുമായും ഒരു തരത്തിലുമുള്ള വിദ്വേഷങ്ങൾക്കോ ദേഷ്യങ്ങൾക്കോ ഒന്നും തന്നെ താൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഒപ്പം മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പരാതി ലഭിച്ചിരുന്നു. അതിനുള്ള നടപടികൾ നോക്കിയതിനു ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നും രാജേഷ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും BV രാജേഷ് മുൻ മേയർ കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ ഒരു പരാതിയുടെ ഒരു തുടക്കം ഒരുപക്ഷെ നോക്കാനുള്ള സാധ്യതയുണ്ട്. മുൻ മേയർക്കാണ് ഇപ്പോൾ BJP അധികാരത്തിലേറിയ ശേഷം തലവേദനയായിരിക്കുന്നത്. ഓരോ കണക്കുകളും തീർത്തു തുടങ്ങിയിരിക്കുന്നു എന്ന വ്യക്തമാവുകയാണ് യുദ്ധം തുടങ്ങുന്ന സാഹചര്യത്തിൽ. എന്താകും ശാസ്തമംഗലം ഓഫീസിലെ ഈ ഒരു തർക്കമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഈ BV രാജേഷിന്റെ മേയർ സ്ഥാനം അത് തുടക്കത്തിൽ എല്ലാവർക്കും വലിയ ഞെട്ടൽ ഉണ്ടാക്കിയെങ്കിലും BV രാജേഷ് എന്ന് പറയുന്ന BJPയുടെ ഒരു സമുന്നതനായ നേതാവ്, അദ്ദേഹം തിരുവനന്തപുരത്ത് കുറേ നാളുകളായി അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പല സമരങ്ങളിലും മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. BJPയെ ഒരു പരിധിവരെ കുറച്ച് അലിഗേഷൻസ് ഒക്കെ പലരും അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞു. BJPക്ക് അകത്ത് നിന്നുള്ള പലരും തന്നെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചു. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പലരും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും RSSനെ നോക്കുമ്പോൾ ഒരുപാട് വർഷമായി പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാള് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു താല്പര്യം കൊണ്ട് ഇന്നലെ വന്ന ഒരാൾക്ക് ആ സ്ഥാനം വച്ചു മാറുക എന്ന് പറയുന്നത് RSSനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയൊക്കെ എടുത്താൽ എത്രയോ വർഷം അദ്ദേഹം RSS പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം ആ പ്രവർത്തനത്തിൽ നിന്നാണ് അദ്ദേഹം ഓരോ പടികൾ കയറി പിന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയൊക്കെ ആകുന്നത്. അപ്പോൾ ഇത് RSSന് കൃത്യമായി അറിയാം ഒരാളെ എവിടെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ പ്രതിഷ്ഠിക്കണം, എവിടെ അവർക്ക് അവസരം കൊടുക്കണം, എവിടെയാണ് അവരെ ഇരുത്തേണ്ടത് എന്നൊക്കെ RSSന് കൃത്യമായി അറിയാം. BJP അത് തീരുമാനിച്ചാലും പല ഘട്ടങ്ങളിലും BJPക്ക് പോലും ചില ഘട്ടങ്ങളിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം RSS അവിടെ കൃത്യമായി അവരുടെ സ്റ്റാൻഡ് ഉറപ്പിക്കും. ഇന്ന ആള് മതി എന്ന് പറഞ്ഞാൽ ആ ആളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ പാലക്കാടും അത്തരത്തിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കാര്യത്തിലും അത്തരത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടായതാണ്, RSSന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അവിടെ ശരിയോ തെറ്റോ എന്നതിനപ്പുറം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് നാൾ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാൾ, അദ്ദേഹം പാർട്ടി പ്രവർത്തനായി തുടങ്ങിയത് മുതൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അത് മാത്രമാണ് നോക്കുക. അലിഗേഷൻസും മറ്റുമൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പാർട്ടിക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ BV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം BV രാജേഷ് തിരുവനന്തപുരത്തിന് വേണ്ടി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വികസനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം ഭരിക്കുന്ന കോർപ്പറേഷനിലെ പല മേയർമാർക്ക് എതിരെ നിന്നുകൊണ്ട് പല തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പല സമയങ്ങളിൽ വാദിച്ചിട്ടുള്ള ആളാണ്, പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്, കൃത്യമായ കാര്യങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ അത്തരത്തിൽ ഈ കാര്യങ്ങൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും BV രാജേഷിന് ഒരു എന്താ പറയുക, BV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ് RSS നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്തരം നീക്കങ്ങൾ RSS നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും അത് എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ട് ആയിരിക്കാം RSS അത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ശ്രീലേഖ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥയായ ഒരു ആള് ഒരു മേയർ പദവി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടാൻ അത്ര പക്വതയില്ലാത്ത ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്കറിയാം, അവർക്ക് ഒരുപക്ഷെ സ്ഥാനമാനങ്ങൾക്കപ്പുറം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ശ്രീലേഖ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരാളെ ഈ ചാനലുകളാണ് BJPയിൽ
പിന്നെ എന്താ പറയുക, ശ്രീലേഖ BJP വിടാൻ പോകുന്നു എന്നൊക്കെയുള്ള ഇത്തരം ചില ഗീർവാണങ്ങൾ വിടുന്നത്, അല്ലെ ഗിമിക്കുകൾ കാണിക്കുന്നത്. എന്തായാലും ശ്രീലേഖ ഉറപ്പിച്ച് തന്നെയാണ്, BVR ഉറപ്പിച്ച് തന്നെയാണ് ആര്യയ്ക്കും പ്രശാന്തനും പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്.